പേടിക്കണ്ട. കുറ്റം സമ്മതിപ്പിക്കാൻ പോലീസിന്റെ കയ്യിൽ ഒരുപാട് വഴികളുണ്ട്. ശരി. ചിലരിങ്ങനെയാ. നന്നായി മേല് വേദനിച്ചാൽ മാത്രമേ സത്യം പറയൂ. നേരാവണ്ണം ഞാൻ ചോദിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ, എനിക്കൊന്നും അറിയില്ല സർ എന്നൊരേ പല്ലവി. അതുകൊണ്ടാ കാനത്തിൽ രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചത്. എന്നിട്ടും നിനക്കൊരു കൂസലുമില്ല. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ പറ്റില്ലല്ലോ പോലീസിന്. അതുകൊണ്ട് നിന്റെ ദേഹത്ത് ഞാൻ കയറി അങ്ങ് മേയാൻ പോവാ. ഷർട്ടയക്ക്. അയ്യോ സാർ, ഷർട്ടയക്കടാ. സാറേ, ഞാൻ കള്ളം പറഞ്ഞതല്ല, അത് ഞാൻ ചെയ്തതല്ല. ലേഡീസിന്റെ ഡ്രസ് അഴിച്ച് പരിശോധിക്കുന്നിടത്ത് പിന്നെ എന്തിനാ നീ പോയത്? ആ ഫോണും കയ്യിലെടുത്തോണ്ട് അതും ഒരു കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി പറയടാ. അത് സാർ, ഉത്തരവില്ല അല്ലേ? ഞാൻ ആ ഏരിയയിൽ കൂടെ നടക്കുമ്പോഴാ കരുണാകരൻ സാർ കയറി വരുന്നത് കണ്ടത്. എപ്പോ കണ്ടാലും ഒരു ജോലിയും ചെയ്യാതെ കറങ്ങി നടക്കുകയാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വഴക്ക് പറയും. അത് പേടിച്ച് സാറിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ആ കർട്ടന്റെ പിറകിൽ മറഞ്ഞു നിന്നേ ഉള്ളൂ സർ. മറഞ്ഞു നിൽക്കാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല അല്ലേ? ലേഡീസിനെ ചെക്ക് ചെയ്യുന്ന സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചു. എന്നാ പറഞ്ഞോ, അത് ചെയ്തത് നീയാണെന്ന് സമ്മതിക്ക്. വേണ്ട സാറേ, ഞാൻ പറഞ്ഞ സത്യോ. നിന്നെ ഞാനിത് പറയും. പറയണോ? അയ്യോ സാറേ, എന്തിനാ സാറേ എന്റെ മോനെ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കമ്പനിയിൽ ലേഡീസ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നിടത്ത് ഒരു ഫോൺ ഒളിപ്പിച്ചു വെച്ച് വീഡിയോ പിടിക്കുന്നത് തെറ്റാണോ ശരിയാണോ? നിങ്ങളൊരു സ്ത്രീയല്ലേ, പറ. ഇവൻ ഈ കലാപരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആ ഫോൺ നിറയെ ലേഡീസിന്റെ വീഡിയോസ് ആണ്. ഞാനിത് വിശ്വസിക്കില്ല സാറേ. എന്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ തള്ളമാർക്കും മക്കള് പുണ്യാളന്മാരാ. ആ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും പുണ്യാളന്റെ തനിനിറം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും അനിയത്തിമാരും ചേച്ചിമാരുമായിട്ടാ ഇവൻ കാണുന്നത്. കൂട്ടത്തിലൊരു അനിയത്തിയ ഇവനെ കൈയോടെ പിടിച്ചു തന്നത്. ഇവൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നത് അവള് നേരിട്ട് കണ്ടതാ. മോനെ പ്രിയ, നിന്നെ കുറിച്ച് എന്തൊക്കെയാ ഈ സാറ് പറയുന്നേ? പക്ഷേ കുറ്റം ഇവൻ സമ്മതിക്കുന്നില്ല. കുറ്റം സമ്മതിക്കുന്നത് വരെ ഞാൻ ഇവനെ എടുത്തിട്ട് മെതിക്കും. കുറ്റം സമ്മതിച്ച തടി കൂടുതൽ കേടാവില്ല. അമ്മയല്ലേ, ബുദ്ധി പറഞ്ഞു കൊടുക്ക്. മോനെ, നീ തെറ്റ് ചെയ്തത് കണ്ടവരുണ്ടെന്നല്ലേ ഈ സാർ പറയുന്നേ? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അമ്മയ്ക്കറിയില്ല എന്നെ. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യേയില്ല. അമ്മ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. കണ്ടില്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ആ ഫോൺ പിന്നെ അവിടെ പറഞ്ഞു വന്നതായിരിക്കും. തല്ലുവല്ല, തല്ലി കൊല്ല വേണ്ടവനെ. സാറേ, ഇനി എന്റെ മോനെ തൊട്ടാണ്ടല്ലോ. പോലീസിനെ ആരെയും തല്ലാനുള്ള അധികാരമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഇനി എന്റെ മോനെ തൊട്ടാ സാറിനെതിരെ ഞാൻ പരാതി കൊടുക്കും. സാറിനേക്കാളും വലിയ സാറിനും കോടതിക്കും എല്ലാവർക്കും ഞാൻ പരാതി കൊടുക്കും. പോയി പരാതി കൊടുക്ക്. പരാതി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ ഒരു കാലി ചാക്കൂടെ കൊണ്ടുവരണം. മോന്റെ എല്ല് വാരി എടുത്തോണ്ട് പോവാൻ. പിടിച്ചു പുറത്താക്കവരെ. ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. സർ, അതെന്ത് ചോദ്യ? ശബ്ദം കേട്ടാ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? അരുണിന്റെ ശബ്ദം ഏത് ഉറക്കത്തിൽ കേട്ടാലും എനിക്ക് മനസ്സിലാവും. അയ്യോടാ, ഏത് അരുണെന്നോ? അരുണെന്ന് ഞാൻ നിന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ? നീ വിനീതാണെന്ന് എനിക്കറിയില്ലേ? വിനീതു അല്ലേ? പിന്നെ ആരാ ഇവൻ? ഹായ് രമേശ്, പറയടാ. ഇവക്ക് ടോട്ടൽ എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട്? അത് ഇവൾക്ക് പോലും അറിയുമെന്നാ എന്റെ സംശയം. മിണ്ടാത്തെ അശ്വതി, നീ കളിക്കുന്നുണ്ടെങ്കിൽ കളിക്ക്, അല്ലെങ്കിൽ മാറിയിരുന്ന് സല്ലപിക്ക്. എടാ,
എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ നീ കളിക്കൊന്നും വരണ്ട. എന്താ പാർവതി, മുഖം വല്ലാണ്ടിരിക്കുന്നു. കമ്പനിയിലെ വർക്ക് ലോഡ് കൂടുതലാണോ? ജോലി കൂടുതലാണോന്ന്? പിന്നെന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കമ്പനിയിൽ ഒരുത്തനുണ്ട്, ഒരു പ്രിയൻ. ഞാനിവിടെ വന്ന ദിവസം എന്നെ ഈ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയത് അവനാ. അവൻ ഇന്ന് ചെയ്ത പണി അറിയണോ നിങ്ങക്ക്? ഞങ്ങളുടെ കമ്പനിയില് ജോലി കഴിഞ്ഞ് പോകുമ്പോ എല്ലാവരെയും പരിശോധിക്കും, എന്തെങ്കിലും കട്ടുകൊണ്ട് പോകുന്നുണ്ടോ എന്നറിയാൻ. മടിക്കൊത്തും മുന്താണി അഴിച്ചൊക്കെ പരിശോധിക്കും. ആ സ്ഥലത്ത് അയാള് ഫോണിന്റെ ക്യാമറ ഓണാക്കി വെച്ച് സ്ത്രീകളുടെ വീഡിയോ പിടിച്ചു. എന്നിട്ട് ഈ ഞരമ്പ് രോഗികളെ കൊണ്ട് സ്ത്രീകൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാതെയായി. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. ഞാനും പാർവതിയുടെ കൂടെ തന്നെയാ. പക്ഷെ കൂടെ ജോലി ചെയ്യുന്ന ആളെയല്ലേ ഇവള് പോലീസിന് പിടിച്ചു കൊടുത്തത്. അതിന്റെ ദേഷ്യം അയാൾക്ക് ഇവളോട് ഉണ്ടാവില്ലേ? അയാൾ ഇവളെ ഉപദ്രവിച്ചാലോ? അതാ എന്റെ പേടി. പക്ഷെ എനിക്കൊരു പേടിയും ഇല്ല മീര. അയാൾ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ നേരിടും. ഞാൻ തോറ്റു കൊടുക്കൊന്നും ഇല്ല. അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അയാൾ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാനും ചെയ്യും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ഞാൻ കാണിച്ചു കൊടുക്കാം അയാൾക്ക്. ഒരുത്തന് ഒരു ഒളി ക്യാമറ വെച്ചു. ജോലിക്കാരവനെ പിടിച്ച് പോലീസിലേൽപ്പിച്ചു. അങ്കിളിനെ അറിയിക്കാന് മാത്രം അത്ര വലിയ ആനക്കാര്യമാണോ ഇത്? PKR സാർ അറിഞ്ഞോ? എങ്ങനെ? അതാ ഞാനും ചോദിച്ചത്. അങ്കിളിനെ ആരാ അറിയിച്ചത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്കിളിനെ റിപ്പോർട്ട് ചെയ്യാൻ രണ്ട് പേർക്കേ അധികാരമുള്ളൂ. എനിക്കും പിന്നെ കരുണാകരൻ സാറിനും. എന്തായാലും അങ്കിളിനെ അറിയിച്ചത് ഞാനല്ല. അയ്യോ, ഞാനും അല്ല മാഡം. പിന്നെ അങ്കിൾ ഇതെങ്ങനെ അറിഞ്ഞു? ഞാനും അറിയിച്ചിട്ടില്ല, കരുണാകരൻ സാറും അറിയിച്ചിട്ടില്ല. എന്നിട്ടും അങ്കിൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളല്ലാതെ മറ്റൊരാൾ ഇവിടെ നടക്കുന്നതെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം? ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരാൾ ഈ കമ്പനിയിലുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് മാഡത്തിന്റെ മുന്നിലിട്ട് വരും. ഈ ഡേയുടെ പ്രത്യേകത എന്താന്ന് കരുണാകരൻ സാറിന് അറിയോ? ഒരു പിടിയും കിട്ടുന്നില്ല മാഡം. ഇന്ന് അങ്കിളുടെ അമ്മയുടെ ബർത്ത്ഡേയാ. അയ്യോ, ഞാനത് മറന്നുപോയി. അമ്മയുടെ പിറന്നാള് എല്ലാ വർഷവും സാർ ഇവിടെ ആഘോഷിക്കാറ്. എല്ലാ ജീവനക്കാർക്കും കൈനീട്ടം കൊടുക്കുകയും ചെയ്യും. അങ്കിളും ഫാമിലിയും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പ്രിയൻ ചെയ്ത തെമ്മാടിത്തരം കാരണം ഇവിടുത്തെ സ്ത്രീ ജീവനക്കാരെല്ലാം മാനസികമായി തകർന്നു നിൽക്കുമല്ലേ? അവരെ സമാധാനിപ്പിക്കാൻ കൂടി വേണ്ടിയാ അങ്കിൾ ഇങ്ങോട്ട് വരുന്നത്. ഈ നിസ്സാര കാര്യത്തിന് സാർ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതാ, അങ്കിള് കേൾക്കണ്ടേ? ആ കരുണാകരൻ സർ, പിന്നെ ഒരു കാര്യം, അങ്കിള് വന്ന് തിരിച്ചു പോകുന്നത് വരെ നമ്മളെ പറ്റി ഒരു കംപ്ലൈന്റും അങ്കിളുടെ ചെവിയിൽ എത്താൻ പാടില്ല. എല്ലാവരെ കൊണ്ടും നമ്മൾ ഇവിടെ അടിമകളെ പോലെയാണല്ലോ ജോലി ചെയ്യിപ്പിക്കുന്നത്. എല്ലാവർക്കും അതിൽ നല്ല അമർഷവും ഉണ്ട്. അത് അങ്കിളിന്റെ കാതിലെത്തിയാൽ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അങ്കിൾ ഓർക്കില്ല. നമ്മളെക്കാൾ അങ്കിളിന്റെ മുഖ്യം ഇവിടുത്തെ ലേബേഴ്സാ. അതെനിക്കറിയാം മാഡം. സാറിനോട് ആരും പരാതി പറയില്ല. ആദ്യം ഞാൻ നോക്കിക്കോളാം. പ്രിയനെ പിടിച്ചുകൊടുത്ത ആ പെണ്ണില്ലേ, അവളെവിടെ? മാഡം എന്തിനാ അവളെ അന്വേഷിക്കണേ? അങ്കിളിന് അവളെ കാണണോ അത്രേ. വലിയ ആന കാര്യമില്ലേ അവള് ചെയ്തത്? അങ്കിളിന് അവളെ അപ്രീഷിയേറ്റ് ചെയ്യണോ അത്രേ. അങ്കിൾ അവളെ കാണുന്നതിന് മുന്നേ എനിക്ക് അവളെ ഒന്ന് കാണണം. അല്ലെങ്കിൽ തന്നെ അവളൊരു പണിയും ചെയ്യില്ല. എന്നെ കാണുമ്പോ തൂത്തും തുടച്ചു നിൽക്കും. എന്റെ കണ്ണ് തെറ്റിയാ എവിടെങ്കിലും പോയിരിക്കും.
സാർ ഇനി അവളെ അപ്രീഷിയേറ്റ് കൂടി ചെയ്താ അതിന്റെ തലക്കനം കാരണം അവള് സൂപ്പർവൈസറെ ചമഞ്ഞടക്കും. എന്തിനാ വെറുതെ? ഞാൻ എന്ത് ചെയ്യാനാ? അങ്കിളിന്റെ തീരുമാനമല്ലേ, അത് വേണ്ടെന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ടോ? എവിടെയാ അവള്? മാഡം എന്തിനാ അവളെ കാണണേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അങ്കിള് ചോദിച്ചാൽ പ്രിയനെതിരെ പരാതി കൊടുക്കാൻ അവളെ നിർബന്ധിച്ചതും അവൾക്ക് ധൈര്യം നൽകിയതും ഞാനും കരുണാകരൻ സാറുമാണെന്ന് അവള് പറയണം. നമ്മൾ അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണം. നമ്മൾ ഈ കമ്പനി പ്രോപ്പറായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് അങ്കിളിനെ വിശ്വസിപ്പിക്കാനും അത് ആവശ്യം.